എനിക്ക് എന്റെ അരുണിനെ വേണം. ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അത്ര തന്നെ. ഐശ്വര്യ മിണ്ടാതിരിക്കുക, കോടതിയാണ്. ഒന്ന് പോയ വക്കീലേ. കോടതിയാണെന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? അങ്ങനെ ഇപ്പോ ശ്യാമ ജയിക്കണ്ട. അശ്വതി അരുണിനൊപ്പം സുഖിച്ച് ജീവിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ഈ ജഡ്ജായിട്ടിരിക്കുന്ന ആള് ശ്യാമയുടെ പക്ഷ. ശ്യാമ കൈക്കൂലി കൊടുത്ത് പക്ഷം പറയിപ്പിക്കാൻ വേണ്ടി ഇരുത്തിരിക്കുക. ഞാൻ സമ്മതിക്കില്ല. ഈ ജഡ്ജിയിൽ എനിക്ക് വിശ്വാസമില്ല. ഐശ്വര്യ മിണ്ടാതിരിക്കുക. ഞാൻ പറയും. വക്കീലൊന്ന് പോയേ. ശ്യാമയുടെ ആളില്ലാത്തൊരു ജഡ്ജിനെ വെക്കാൻ പറ. അപ്പ ഇങ്ങനെ പക്ഷമൊന്നും പിടിക്കില്ല. വക്കീല് അതിന് വേണ്ടത് ചെയ്. ഭർത്താവിന്റെ വീടായ ആനന്ദ നിലയത്തിലെ ശ്രീകുട്ടി എന്ന കുഞ്ഞുൾപ്പെടെ അവിടെ താമസിക്കുന്നവർക്ക് ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ കാണിച്ചുകൂട്ടിയ പ്രവൃത്തികളുടെ വീഡിയോ കോടതി പരിശോധിച്ചതിൽ നിന്നും ഐശ്വര്യ അപകടകാരിയാണെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതീ ശ്യാമ എന്നെ കുരുക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ടുണ്ടാക്കിയ റിപ്പോർട്ടാ. ഐശ്വര്യ പോലെ മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുമായുള്ള കുടുംബജീവിതം ദുഷ്കരമാണെന്ന് കോടതി വീക്ഷിക്കുന്നു. അരുണിന്റെ ഡിവോഴ്സ് നൽകുന്നതിനോടൊപ്പം ഐശ്വര്യയ്ക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റും കോടതി നിർദ്ദേശിക്കുന്നു. ഐശ്വര്യ ഒപ്പിട്. ഇത് കോടതിയാണ്. ഇല്ലെങ്കിൽ പ്രശ്നമോ? പറയുന്നത് അനുസരിക്കുന്നത് നല്ലത്. കോടതിയാണ്. ശ്യാമ തന്ന CCTV ഫുട്ടേജ് കേസിന്റെ വിജയത്തിന് ശരിക്കും ഉപകാരപ്പെട്ടു. പിന്നെ ഐശ്വര്യയുടെ അപ്പോഴത്തെ ബഹളവും ഐശ്വര്യ പ്രശ്നക്കാരിയാണെന്ന് കോടതിക്ക് ശരിക്കും ബോധ്യമായി.
വിജയിയായി നിൽക്കുവാ നീയല്ലേ? കോടതിയിൽ നീ എന്നെ മെന്റലാക്കി അല്ലടി? എങ്കി അങ്ങനെ വിജയിച്ചു എന്ന് കരുതണ്ട നീ. നീയേ അരുണുമായിട്ട് സുഖിച്ച് വാഴില്ല. എല്ലാവരും ഓർത്തോ, ഡിവോഴ്സേ നടന്നിട്ടുള്ളൂ. സ്വത്തെല്ലാം ഈ ഐശ്വര്യയുടെ പേരില. ഇതിനെല്ലാം പ്രതികാരം അതെങ്ങനെ വേണോന്ന് ഐശ്വര്യയ്ക്ക് അറിയാം. എല്ലാവരും ജയിലിലാകും, നോക്കിക്കും. വാ മമ്മി. അല്ല, ഇതെല്ലാം ഇവിടെ എങ്ങനെ വന്നേ? ഒന്നും താനേ വന്നതല്ല. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാരും കൂടി എങ്ങോട്ടാ മോളെ? നമ്മൾ ഇവിടെ ഉള്ളവരെ ഒഴിപ്പിക്കുക, അപ്പൊ പുതിയ ആളുകൾ ഇങ്ങോട്ട് കേറുക. ഞാൻ കേസിൽ തോറ്റു, അരുൺ ഡിവോഴ്സിൽ ജയിച്ചു. പക്ഷേ ഫൈനൽ ജയിച്ചത് ഞാനാ. ഇപ്പൊ ഇതെന്റെ വീടാ. ഞാൻ ഇവിടുന്ന് വസുന്ധരാമയും അച്ഛനെയും എല്ലാരും ഇറക്കി വിടാൻ പോവാ. ഇനി ഈ വീട്ടിൽ ഞാനും എന്റെ മമ്മിയും വളരെ റിച്ചായി അടിച്ചു പൊളിച്ച്, അല്ലേ മമ്മി? ഇനി ഓഫീസ്, ഫാക്ടറി, ഗസ്റ്റ് ഹൗസ് എല്ലാം എനിക്ക് സ്വന്തമാ. ശ്യാമ എന്റെ മുഖ്യ ശത്രുവാ. വലിയ ബുദ്ധിശാലിയാണെന്ന ഭാവം. പക്ഷെ എന്ത് ചെയ്യാം, ഒടുവിൽ ശ്യാമയുടെ ബുദ്ധി ഈ കുടുംബത്തിന് തന്നെ തിരിച്ചടിയായി. കഷ്ടം തന്നെ.
ശ്യാമ തന്നെ ഇവിടെ എല്ലാവരെയും തെരുവിലിറക്കി. തൃപ്തിയായി, ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയായി. നീ പ്രഗ്നന്റാ. എന്റെ ആന്റിയുടെ കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളേ. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. അതെ, മതി. ബാക്കി ഡയലോഗൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട്. എല്ലാരും വേഗം ഒന്ന് സ്ഥലം കാലിയാക്കണം. എനിക്ക് മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. സന്തോഷമായിട്ട് കുറച്ചേരം കിടന്നൊന്ന് ഉറങ്ങണം. അപ്പൊ അമ്മ അച്ഛ ഗുഡ് ബൈ. പിന്നെ അമൃതേടത്തേക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയാം. കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? ആ പിന്നെ അശ്വതിക്ക് തരുമെന്ന് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഒപ്പം കുഞ്ഞുണ്ടല്ലോ. ഇനി വഴി നീളെ തെണ്ടി നടക്കാം. എന്താ മോളെ, ആദ്യത്തിന് ഇവിടെ നിൽക്കട്ടെ. കാർ വാഷ് ചെയ്യാനും ഡ്രൈവറായിട്ടും ഒക്കെ നമുക്കൊരാള് വേണ്ടേ? ശരിയാ, മമ്മിയുടെ ഇഷ്ടമല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഹസ്ബൻഡ്. അയ്യോ സോറി, ഇപ്പൊ അല്ലല്ലോ. എന്തായാലും അരുൺ ഒരു മനം മാറ്റം ഉണ്ടായാ ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. എന്താ? നിയമപരമായ ഡിവോഴ്സ് ആയതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി അനുസരണയോടെ നിൽക്കാമെങ്കിൽ അരുണന്റെ ഹസ്ബൻഡ് സ്ഥാനം തുടരാം. പിന്നെ ശ്യാമയും ആക്കി രണ്ടാളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ശ്യാമേ, നിന്നെ ഞാൻ മറക്കില്ല. നിന്നോടേ എന്റെ വാശി ആരംഭിച്ചിട്ടേ ഉള്ളൂ. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ഒരു കാര്യം മറന്നു. എന്തിനും ഏതിനും നിന്നെ സഹായിക്കുന്ന നിന്റെ സാക്ഷാൽ കണ്ണനില്ലേ? എവിടെ? നിന്റെ കൃഷ്ണൻ എവിടെ? എന്താ ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ വരാത്തെ? എന്താ ഇവിടെ പ്രശ്നം? മാഡം, ഞാനാ പോലീസ് സഹായം തേടിയത്. ഇവിടെ താമസിക്കുന്നവരെല്ലാവരും ഇറക്കി വിടാൻ പോവാ. നോക്കണം മാഡം. ആരാ ഇത് ചെയ്തത്? സർ, ദേവരാ. എന്താ ഇവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അധികാരമുണ്ട്. എനിക്ക് മാത്രമേ അധികാരമുള്ളൂ.
മമ്മി ആ പ്രമാണിങ് എടുത്തിട്ട് വന്നേ മമ്മി. എന്താ എനിക്ക് അധികാരമെന്ന് മാഡം ഇപ്പൊ അറിയും. ശ്യാമ എനിക്ക് ഈ വീടും സ്വത്തുക്കളും എല്ലാം എഴുതി തന്ന പ്രമാണോ മമ്മി ഇപ്പൊ കൊണ്ടുവരും. ആ SIയും പോലീസും വന്നത് നന്നായി. ഇനി ഇവരെ ഞാൻ ഇറക്കി വിടണ്ടല്ലോ. അധികാരപ്പെട്ടവര് തന്നെ അത് ചെയ്യുമല്ലോ. ഇതാ മോളെ പ്രമാണം. ദാ പ്രമാണം മാഡം. ഇതെന്ത് ഡോക്യുമെന്റ്സാ? ഇതാണ് ഒറിജിനൽ പ്രമാണം. ശ്യാമ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വീടും സ്വത്തും എല്ലാം എനിക്ക് എഴുതി തന്നതിന്റെ പ്രമാണം. ഇതിൽ സംശയമുണ്ട്. എന്ത് സംശയം? സംശയമുണ്ടെന്നാ പറഞ്ഞത്. ഒരു സംശയമില്ല. മാഡം ശ്യാമയുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കരുത്. ഞാനിപ്പോ പഴയ ഐശ്വര്യല്ല, റിച്ചാ. വേണമെങ്കിൽ നിങ്ങളുടെ തലയിലിരിക്കുന്ന തൊപ്പി പോലും തെറിപ്പിക്കാൻ പറ്റും. അത്രയ്ക്ക് റിച്ചാ. തൊപ്പിയൊക്കെ പിന്നെ തെറിപ്പിക്കാം. ആദ്യ ഐശ്വര്യ എന്നോടൊപ്പം വരണം. എന്തിന്? ചില ഡൗട്ട്സ് ക്ലിയർ ആക്കാനുണ്ട്. മനസ്സിലായില്ല. എന്റെ ഒപ്പം വാ, എല്ലാം മനസ്സിലാക്കി തരാം. മാഡം വെറുതെ. വാടി ഇങ്ങോട്ട്. എന്താ മമ്മി ഇങ്ങനെ?